നമ്മളാദ്യം ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരാളാണ് ജിൻഡോ. മസിൽ മാത്രമേ ഉള്ളൂ, തലയ്ക്കകത്തൊന്നുമില്ല. അതിൻ്റെ ഒത്തിരി പ്രാവശ്യം നമ്മൾ അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എല്ലാവരും കേട്ടതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ബിഗ് ബോസ് ജയിലിലേക്ക് അയച്ചായിരുന്നു. ജയിലിൽ നിന്ന് തിരിച്ചു വന്ന ജിൻഡോയെ ശരിക്കും അദ്ദേഹത്തിൻ്റെ നല്ല രീതിയിൽ അദ്ദേഹം ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം മാറുന്നുണ്ട്. കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്പീരിയൻസിൽ നിന്ന് പഠിക്കുന്ന ആൾക്കാർക്ക് പിന്നീട് വളർച്ച ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ കേൾക്കുന്ന പോലെ ജിൻഡോ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെതായ മാറ്റങ്ങളൊക്കെ ഇന്നലെയൊക്കെ ജാസ്മിനായിട്ടുള്ള കാര്യങ്ങൾ സ്ഫുടമായിട്ട് കാര്യങ്ങളൊക്കെ പറയേണ്ടതെല്ലാം പറയുന്നുണ്ട്. കാര്യങ്ങളെ കുറച്ചും കൂടി വിശദമായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് രതീഷിനെ പോലെ ഒരു ഫ്രണ്ട് ഇവിടെ നിന്ന് പോയതോടുകൂടി ജിൻഡോ ശരിക്കും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് ജിൻഡോ എന്നുള്ള പ്ലെയറിലെ ഒത്തിരി ഗുണം ചെയ്യും. ജിൻഡോ കുറേ കാലം കൂടി ഇതിനകത്ത് നിൽക്കേണ്ടതാണ്. ആദ്യം നമ്മളിങ്ങനെയല്ല സംസാരിച്ചത്, പക്ഷേ ഇപ്പം നമ്മൾ കാര്യങ്ങൾ മാറിയപ്പോൾ ജിൻഡോയെ